നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഡൊറിവാൾ ജൂനിയർ വരുന്നു എന്ന കാര്യം ഇപ്പോൾ കൺഫേംഡ് ആണ്. CBF ഒഫീഷ്യലായിട്ട് കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. അത് ബുധനാഴ്ചയോടുകൂടി പ്രഖ്യാപിക്കുമെന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പറയുന്നത്. പക്ഷേ കോച്ച് ഡൊറിവാൾ ജൂനിയർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ സംഭവിക്കുന്നത്, വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സാവോ പോളോ അദ്ദേഹത്തെ റിലീസ് ചെയ്തുകൊണ്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പോവുകയാണ്, സാവോ പോളോയിൽ നിന്ന് ബ്രസീൽ ടീമിൻ്റെ കോച്ചാവുകയാണ് എന്നത് വ്യക്തമായി. ഇനിയുള്ള ചോദ്യം, ആരാണ് ഡൊറിവാൾ ജൂനിയർ? ബ്രസീലുകാർക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. പക്ഷെ ലോകം മുഴുവനുമുള്ള ബ്രസീലിയൻ ഫാൻസിന് ആരാണ് ഡൊറിവാൾ ജൂനിയർ എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. ബ്രസീലിലെ പെപ് ഗാർഡിയോള എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ അതൊരല്പം കടന്നു പോകുമോ എന്നറിയില്ല. പക്ഷെ അത്തരം വിശേഷണം അദ്ദേഹത്തെക്കുറിച്ച് തിയാഗോ മയ്യ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഫ്ലെമിംഗോയുടെ താരമായിരുന്നു ആ സമയത്ത് അദ്ദേഹം. ആ ഘട്ടത്തിലാണ് ദി ഗാർഡിയോള ഓഫ് ബ്രസീൽ എന്ന് ഡൊറിവാൾ ജൂനിയറിനെ തിയാഗോ മയ്യ വിശേഷിപ്പിക്കുന്നത്. 2 പതിറ്റാണ്ടിലധികം കാലമായിട്ട് പരിശീലക റോളിലുണ്ട് ഡൊറിവാൾ ജൂനിയർ എന്ന കാര്യം കൂടി അറിയുക. 10-ലധികം ടീമുകൾ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തവണ പോലും അദ്ദേഹം ബ്രസീൽ വിട്ട് പുറത്തുപോയി ഒരു ക്ലബിനെയും പരിശീലിപ്പിച്ചിട്ടില്ല. ബ്രസീലിയൻ ക്ലബ്ബുകളെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. അത് ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 61-കാരനായിട്ടുള്ള ഡൊറിവാൾ ജൂനിയർ പരിശീലക കരിയറിലേക്ക് മാറുന്നത് 2002 മുതലാണ്. അതായത് 10-22 വർഷക്കാലമായിട്ട് അദ്ദേഹം ഈ പരിശീലകന്റെ റോളിലുണ്ട് എന്നർത്ഥം. 1999 ബൂട്ടാഫാഗോയിൽ കളിച്ചുകൊണ്ട് തൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ച താരം പിന്നീട് കോച്ചായിട്ട് മാറുന്നു. അതിനുശേഷം ഫെറോവിയാരയിലൂടെയാണ് അദ്ദേഹം പരിശീലക കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് വമ്പൻ ക്ലബ്ബുകൾ, ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ, അത്ലറ്റിക്കോ മിനേറോ, ഫ്ലമിംഗോ, ഫ്ലൂമിനൻസ്, സാന്റോസ്, സാവോ പോളോ, അത്ലറ്റിക്കോ പാരനീസ്, ഇങ്ങനെയുള്ള വമ്പൻ ക്ലബ്ബുകളെയൊക്കെ അദ്ദേഹം, അതായത് ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകളെയൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പൊസഷൻ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ടീം ആ രൂപത്തിലാണ് സാധാരണ കളിക്കാറുള്ളത് എന്ന് മാത്രമല്ല, കളിക്കളത്തിൽ എപ്പോഴും ആധിപത്യം പുലർത്തിക്കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളിരീതിയാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് 4-2-3-1 ഫോർമേഷനാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഫോർമേഷൻ എന്ന കാര്യം കൂടി അറിയുക. എന്തായാലും ബ്രസീലിന് പുറത്ത് എവിടെയും പരിശീലിപ്പിച്ചിട്ടില്ലാത്തൊരു പരിശീലകൻ ബ്രസീലിന്റെ കോച്ചായി വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇന്റർനാഷണൽ അറീനകളിലൊക്കെ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ, അനുകൂലമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം കോപ്പ അമേരിക്ക പോലെയുള്ള ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. 2026 വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് കരാറുണ്ട് എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിലെ നേട്ടങ്ങളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഫിഗേറിയൻസിനൊപ്പം 2004 കൊമ്പനാറ്റോ കാറ്ററനീസിൽ അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട്. അതുപോലെ സ്പോർട്ട് റെസീഫിനൊപ്പം 2006 കൊമ്പനാറ്റോ പെർണാംബുക്കാന അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ കോർട്ടിബക്കൊപ്പം 2008 കൊമ്പനാറ്റോ പാരനീസിൽ കിരീടം ചൂടി. വാസ്കോ ഡി ഗാമക്കൊപ്പം കൊമ്പനാറ്റോ ബ്രസീലിയോ സിരി ബി 2009 മുത്തമിട്ടിട്ടുണ്ട്. സാന്റോസിനൊപ്പം കൊമ്പനാറ്റോ പൗലിസ്റ്റ 2010 2016 കോപ്പ ഡു ബ്രസീൽ 2010. പിന്നെ ഇന്റർനാഷണലിനൊപ്പം റീകോപ്പ സുഡാമേരിക്കാന 2011 കിരീടം ചൂടി. കൊമ്പനാറ്റോ ഗൗച്ചോ 2012 കിരീടം ചൂടി. അത്ലറ്റിക്കോ പാരനീസിനൊപ്പം 2020 കൊമ്പനാറ്റോ പാരനീസിൽ കിരീടം ചൂടി. ഫ്ലമിംഗോക്കൊപ്പം കോപ്പ ഡു ബ്രസീൽ 2022 കിരീടം ചൂടി. കോപ്പ ലിബർട്ടഡോറസിൽ മുത്തമിട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിലെ ഏറ്റവും വലിയ നേട്ടം. 2022 ഫ്ലമിംഗോയെ കോപ്പ ലിബർട്ടഡോറസിലേക്ക് ചാമ്പ്യന്മാരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാവോ പോളോക്കൊപ്പം ഇപ്പോൾ 2023 കോപ്പ ഡു ബ്രസീലിലും മുത്തമിട്ടിട്ടുണ്ട്. എന്തായാലും വലിയ അനുഭവ സമ്പത്തുള്ള ഒരു കോച്ച് തന്നെയാണ് എത്തുന്നത്. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.